മീനച്ചൂട് കൊടുമ്പിരി കൊള്ളുന്നു. ഇലക്ഷൻ പ്രചരണം കൊടുമ്പിരി കൊണ്ടിരിക്കുകയാണ്. അപ്പോഴൊരു ചുവന്ന ഐസ്ക്രീമൊക്കെ കുടിച്ച് ഇടതുമുന്നണി സ്ഥാനാർത്ഥി ഭഗത്തിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണം എങ്ങനെയുണ്ടെന്ന് ശ്രദ്ധിക്കുകയാണ് നമ്മൾ. എവിടെ പോയാലും ഭഗത്തിന് നല്ല സ്വീകാര്യതയാണ് ലഭിക്കുന്നത്. അത് ഒന്നും കൊണ്ടല്ല, കഴിഞ്ഞ 10 വർഷക്കാലം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ കേരളമെമ്പാടും നടന്ന വികസന പ്രവർത്തനങ്ങൾ തന്നെയാണ്. ആ വികസന പ്രവർത്തനങ്ങൾ നാടെങ്ങും ഓരോ മനുഷ്യനും നെഞ്ചോട് ചേർത്ത് കഴിഞ്ഞു. അതിന്റെ വികസനത്തിന്റെ തുടർച്ച ഈ നാട്ടിലുണ്ടാകണം. ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ ഈ നാട്ടിൽ ചെയ്തൊരു വ്യക്തിയാണ്. അതുകൂടാതെ തന്നെ പിണറായി സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങൾ മാത്രം ചൂണ്ടിക്കാണിച്ചാൽ മതി ഭഗത്തിന് സുഖമായി ഈ മണ്ഡലത്തിൽ ജയിക്കാൻ കഴിയുന്ന ഒരു വ്യക്തിത്വം ഉണ്ട് എന്നുള്ളതാണ്. നമ്മുടെ നാട്ടിലെ ഉള്ള വികസനങ്ങൾ, പ്രത്യേകിച്ച് ഈ വെള്ളായണി മേഖലയിൽ നിന്ന് ഞാൻ സംസാരിക്കുമ്പോൾ വെള്ളായണിയുടെ വിവിധ മേഖലകളെടുത്ത് പരിശോധിച്ചാൽ ഭഗത് ബസ് നടപ്പിലാക്കിയ ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ നമുക്ക് കാണാവുന്നതാണ്. അത് എല്ലാ വ്യക്തികൾക്കും അറിയാം. പിന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പിണറായി സർക്കാരിൻ്റെ ഏത് മേഖലയിലെ വികസനം എടുത്തു നോക്കിയിരുന്നാൽ തന്നെ ഇപ്രാവശ്യത്തിൽ ഭഗത് ബസിന് ഈ മണ്ഡലത്തിൽ പൂർണ്ണമായി വമ്പിച്ച ഭൂരിപക്ഷത്തോടുകൂടി ജയിക്കാൻ കഴിയും എന്നുള്ളത് വ്യക്തിപരമായി എനിക്ക് പറയാവുന്ന ഒരു പാർട്ടി എന്നുള്ള നിലയ്ക്കും CPM-ന്റെ ഒരു സഹയാത്രികൻ എന്നുള്ള നിലയ്ക്കും കൃത്യമായി എനിക്ക് അറിയാവുന്നതാണ്. നന്മയുണ്ടാകണം, വർഗീയ സംഘർഷങ്ങൾ ഇല്ലാതെ ഇരിക്കണം, ഉദ്യോഗാർത്ഥികൾക്ക് ഉദ്യോഗം ലഭിക്കണം, അങ്ങനെ തുടങ്ങി എല്ലാ മേഖലയിലും പിണറായി സർക്കാർ കൈമുദ്ര പതിപ്പിച്ചിട്ടുണ്ട്. ആ മുദ്രണം എല്ലാ മനുഷ്യരുടെയും മനസ്സിലും നിറപുഞ്ചിരിയിലും നമുക്ക് കാണാൻ കഴിയും. ഭഗത്തിന് എവിടെ പോയാലും ലഭിക്കുന്ന സ്വീകാര്യത ഇടതുമുന്നണി സർക്കാരിന് കിട്ടിയ അംഗീകാരത്തിന്റെ അടയാളമായി നമുക്ക് വിലയിരുത്താം. അതുകൊണ്ട് തന്നെ കോവളം നിയോജക മണ്ഡലത്തിലെ ഇടതുമുന്നണി സ്ഥാനാർത്ഥി ഭഗത്ത് വമ്പൻ ഭൂരിപക്ഷത്തിൽ ഈ മണ്ഡലത്തിൽ വിജയിക്കും എന്നതിൽ ഒരു തർക്കവുമില്ല.